കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം ദൃഢമാക്കണമേ. കർത്താവേ, 38 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യുഗതയാൽ കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിൽ ആൾത്താറെ നടന്ന് 10,000-കണക്കിന് ആരാധനയുടെ ശക്തിയാൽ ഞാൻ അങ്ങയുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഈശോയെ, ശരീരം മുഴുവൻ ചിരങ്ങ്, ചൊറി, ചുണങ്ങ് ഒക്കെ ത്വക്ക് രോഗങ്ങൾ അനുഭവിക്കുന്നവരെ വിശുദ്ധമായ രക്തത്തലങ്ങ് കഴുകണം ഈശോയെ. മൂക്കിന് മണമില്ലാത്തവരുണ്ട് ഈശോയെ, കണ്ണിന് കാഴ്ചക്കുറവുള്ളവരുണ്ട്, മുടി കൊഴിയണവരുണ്ട് ഈശോയെ. അങ്ങനെ വ്യത്യസ്തമായി നടക്കാൻ പറ്റാത്തവരുണ്ട്. എപ്പോഴും പ്രഷർ മരുന്ന് കുടിച്ചിട്ടും കഴിച്ചിട്ടും പ്രഷറിന് മാറ്റമില്ല. ഷുഗർ വരെ അടിക്കടി കൂടുന്നവരുണ്ട്, തളർന്നു പോയവരുണ്ട്. എല്ലാവരും നീ ഏറ്റെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഈശോയെ. ദൈവത്തിൻ്റെ കരുണ നിന്നെ ആവശ്യിക്കട്ടെ. കർത്താവിൻ്റെ കരുണ നിന്നെ ആവശ്യിക്കട്ടെ. ശരീരത്തിൽ എപ്പോഴും നീർക്കെട്ട് അനുഭവിക്കുന്നവരും അതിൻ്റെ പേരിൽ പനി, വിട്ടുമാറാത്ത പനിയുള്ളവർ ആശ്രയിക്കണം. എപ്പോഴും ക്ലൈമറ്റ് ചേഞ്ച് വരുമ്പോഴുണ്ടാകുന്ന ചുമകളും അതുപോലെ പനികളും ആശുപത്രികളും ജോലിക്ക് പോകാൻ പറ്റാത്ത അവസ്ഥകളും കുടുംബത്തിൻ്റെ ദാരിദ്ര്യവും പാവപ്പെട്ട മനുഷ്യരെ പ്രത്യേകം നീ സന്ധിക്കണമേ കർത്താവേ. അതുപോലെ തന്നെ എല്ലാ മനുഷ്യരെയും പണമുണ്ട്, പക്ഷെ കടവുണ്ട്. പണത്തിനേക്കാളുപരി കടവാണ്. അതിൻ്റെ പേരിൽ അവരനുഭവിക്കുന്ന പ്രയാസങ്ങളാണ്. അതുപോലെ തന്നെ വിവാഹം കഴിക്കാൻ പറ്റാതെ നിൽക്കുന്ന പുരുഷന്മാരെ, അതുപോലെ തന്നെ സഹോദരികൾ, മക്കളില്ലാത്തവരെ കർത്താവേ എല്ലാവരും ശ്രദ്ധിച്ച് പ്രാർത്ഥിക്കുന്നു. മാറി താമസിക്കാൻ പറ്റാത്തവരെ, ഒരു കുടുംബത്തിൽ 3 പേരും കല്യാണം കഴിച്ചെങ്കിലും 3 പേർക്കും മാറി താമസിക്കാൻ ഇടമില്ലാത്തവരെ, സമീപത്തുള്ള സ്ഥലങ്ങളൊക്കെ വന്ന് ഓരോ റിസോർട്ട് കമ്പനികളൊക്കെ എടുത്തു കഴിയുമ്പോൾ അതിൻ്റെ വില കൂടുമ്പോൾ, ആ വില കുടിക്കുമ്പോൾ അവിടുന്ന് ആ സ്ഥലത്ത് നിന്ന് ഇനി നമുക്ക് കയ്യിലുള്ള തുച്ഛമായ കാശിന് നാട്ടിൽ താമസിക്കാൻ പറ്റാതെ നാട് വിട്ടു പോകുന്നവർ, എവിടെയെങ്കിലും പോയി തോട്ടുമട്ടൊക്കെ പുഴയറമ്പിലൊക്കെ താമസിക്കേണ്ടി വന്നവർ, ഇങ്ങനെ പക്ഷേ ദുരിതം അനുഭവിക്കുന്ന, അടിക്കടി ദുരിതം തന്നെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥകളും ആ മേഖലകളിലെല്ലാം കർത്താവെ നീ ഇടപെടണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ വലിയ ശക്തി മക്കളിലേക്ക് ആവശ്യിക്കട്ടെ. സഭയെ വിശുദ്ധീകരിക്കുകയും സഭയ്ക്ക് നല്ല ദൈവവിളികളെ കൊടുക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പ്രസവിക്കുന്ന അമ്മമാരിൽ കർത്താവെ ദൈവവിളിക്ക് മക്കളെ വിശ്വാസത്തിലും ദൈവവിളിയിലും വളർത്താനുള്ള ബോധ്യങ്ങൾ കൊടുക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സഭയുടെ എല്ലാ സ്ഥാപനങ്ങളെ കുറിച്ച് പ്രാർത്ഥിക്കുന്നു. അവിടെ എല്ലാം കർത്താവെ സഭയുടെയും സമുദായത്തിൻ്റെയും ഇതര സമുദായങ്ങളുടെയും മനുഷ്യരവിടെ പഠിക്കുന്നുണ്ട്. അവർക്കെല്ലാം സന്ധിപ്പും അതുപോലെ തന്നെ കർത്താവ് അവർക്കെല്ലാം ദിശാബോധവും കിട്ടി. കർത്താവ് സഭയുടെ ഭൂമിയിലുള്ള ദൗത്യങ്ങളെ അങ്ങ് കർത്താവെ അങ്ങ് പരിപോഷിപ്പിക്കണം പ്രാർത്ഥിക്കും. തിന്മയുടെ ശക്തികൾ, സഭയ്ക്കെതിരെ വരുന്ന തിന്മയുടെ ശക്തികളെ എല്ലാം കർത്താവെ നിർവീര്യമാക്കണം പ്രാർത്ഥിക്കുന്നു. കർത്താവ് എത്രയും വേഗം ലോകത്ത് യുദ്ധങ്ങൾ അവസാനിക്കാനും സമാധാനം സ്ഥാപിക്കപ്പെടാനും നീതിയുടെ ഒരു സമൂഹക്രമം ഉണ്ടാകാനും ഇടയാക്കി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, എല്ലാവരുടെയും യാത്രകളെ പ്രാർത്ഥിക്കുന്നു. വിദേശ യാത്രയ്ക്ക് പോകുന്നവരുണ്ട്, ലീവിന് തിരിച്ചു വന്നിട്ട് ലീവ് കഴിഞ്ഞിട്ട് തിരിച്ചു പോകാനിരിക്കുന്നവരുണ്ട്. അവരെ എല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവിടെ വാഹനങ്ങളെ പ്രാർത്ഥിക്കുന്നു. അവിടെ വരത്തും വിടത്തും വീട്ടിലും വഴിയിലും ജലത്തിലും കരയിലും മുകളിലും ഹൃദയത്തിലും കർത്താവിൻ്റെ സാന്നിധ്യവും സഹവാസവും സംരക്ഷണം ഉണ്ടാവണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ കരുണങ്ങൾക്ക് ആവശ്യിക്കട്ടെ. വിവാഹ അടിയന്തരങ്ങൾ നോമ്പ് കഴിഞ്ഞ് ക്രിസ്മസ് സീസണോടുകൂടി അടിയന്തരങ്ങളെല്ലാം തുടങ്ങുകയാണ് ഈശോയെ. അതുപോലെ ആ വിവാഹ അടിയന്തരം നടക്കുന്ന വീടുകൾ, ഭവനങ്ങൾ, അതിനേക്കാൾ ഉപരി ആൾത്താരെ ഉദാശ എന്ന ബന്ധങ്ങൾ കർത്താവ് ഒരു കാരണവശാലും പിരിഞ്ഞു പോകാൻ അനുവദിക്കില്ലെന്ന് പ്രാർത്ഥിക്കുന്നു. പിരിഞ്ഞു പോകാൻ സാധ്യതയുള്ളവർ കർത്താവ് അങ്ങ് ഒരു കാരണവശാലും ഉദാശ എന്ന ബന്ധത്തേക്ക് അടുക്കാൻ കർത്താവ് നീ അനുവദിക്കില്ലെന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ ദൈവശക്തിയാൽ കുടുംബങ്ങൾക്ക് കർത്താവിൻ്റെ നാമ സമാധാനം ലഭിക്കട്ടെ. എൻ്റെ പൗരോഹിത്യത്തിന് 39-ാം വർഷത്തിൻ്റെ ആശീർവാദം അമ്മേ. മാതാവ് ജീവനോടെ പ്രത്യക്ഷപ്പെടാനിടയായ എളിയദാസന്റെ സഭയെ വളർത്താനും സഭയെ ഉയർത്താനും സഭയിലൂടെ അനേകം മക്കളെ ആശ്വസിപ്പിക്കുവാനും സുവിശേഷമാകാനും ഏകാനും കർത്താവെ ഈ അടിയനെ അഭിഷേകം ചെയ്തതിന് നന്ദി പറയുന്നു. എൻ്റെ പോലുള്ള എല്ലാ പുരോഹിതന്മാരെയും വൈദികരെയും ക്രൈസ്തവ സഭയിലുള്ള വിവിധങ്ങളായ ക്രൈസ്തവ സഭകളിലെ അനേകം പുരോഹിതന്മാർ കർത്താവ് ജോലി ചെയ്യുന്നുണ്ട് ഈശോയെ. അതുപോലെ അദ്ദേഹത്തിന് വിവാഹിതരായ പുരുഷന്മാർ, വൈദികരുണ്ട് ഈശോയെ. അവരുടെ ജീവിത പങ്കാളികളുണ്ട്, അവരുടെ കുഞ്ഞുങ്ങളുണ്ട് കർത്താവ്. അവരുടെ കുടുംബങ്ങളെല്ലാം നീ ആശീർവദിക്കണം ഈശോയെ. ഏകസ്ഥരായ ബ്രഹ്മചര്യം ജീവിക്കുന്നവരുണ്ട് ഈശോയെ. അവരെയും നീ ആശീർവദിക്കണം.
പ്രീസ്റ്റ് ഹോമിൽ താമസിക്കുന്ന പ്രായം ചെന്ന വൈദികരുണ്ട് ഈശോയെ. അവരെ നീ ആശ്വസിപ്പിക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യണം കർത്താവ്. വൈദികരെ കൊണ്ട് വിശ്വാസം കിട്ടുന്ന അനേക ആയിരങ്ങളുണ്ട് ഈശോയെ. അതുകൊണ്ട് വൈദിക ദൈവവിളിയെ അങ്ങ് ഉയർത്തുകയും വളർത്തുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തെക്കുറിച്ചിൻ്റെ അടയാളത്തിൽ ദൈവശക്തിയാൽ നിങ്ങളുടെ കുടുംബ സമാധാനം നിറയട്ടെ.